ഹലോ ഫ്രണ്ട്സ്, ബൈത്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ലിസ്റ്റ് നമ്മുടെ ഉണ്ട്, ലിസ്റ്റ് ഓഫ് URLs ഉണ്ട്. അതിൽ നമുക്കൊരു പർട്ടിക്കുലർ പോർഷൻ, ഉദാഹരണം www.google.com അല്ലെങ്കിൽ www.gmail.com ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോൾ അതിനകത്തൊന്ന് ആ www. നമുക്ക് ആ ഒരു സ്ട്രിങ്ങിൽ നിന്ന് ആ ഒരു പോർഷൻ മാത്രം റിമൂവ് ചെയ്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് എടുക്കണം, എക്സ്ട്രാക്ട് ചെയ്യണം. അതിൽ നിന്ന് ഒരു സ്ട്രിങ്ങിൽ നിന്ന് ഒരു പോർഷൻ റിമൂവ് ചെയ്തിട്ട് ആവശ്യമുള്ള ഭാഗം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് നമ്മൾ Lstrip എന്ന് പറഞ്ഞിട്ട്, പിന്നെ മറ്റൊന്ന് പഠിക്കുന്നത് റീപ്ലേസ്. ഇപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്, അതും നമ്മൾ ഇതിനകത്ത് പഠിക്കും. അപ്പൊ നമുക്ക് ആദ്യം ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ www.google.com www.gmail.com www.wikipedia.com. അപ്പൊ ഈ നമ്മൾ മൂന്ന് URL ക്രിയേറ്റ് ചെയ്ത് ഈ ലിസ്റ്റിൽ. ഇനി നമുക്കൊരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ ലിങ്ക് ഇൻ ലിങ്ക്സ്. എന്നിട്ട് ഇവിടെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ലൂപ്പ് ചെയ്ത് വരും ഓരോന്ന്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ലിങ്കിനകത്ത് ഓരോ ഈ പറഞ്ഞ URL വരും. അപ്പൊ അത് നമുക്ക് .lstrip ഇവിടെ ഉണ്ട്. Lstripനകത്ത് നമ്മൾ ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് എന്താണോ അത് കൊടുക്കാം. ഇവിടെ ഞാൻ www. എന്ന് കൊടുക്കാം. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്കിവിടെ കാണാം, ഇവിടെ www ഗൂഗിൾ നിന്ന് മാറി, ജിമെയിലിൽ നിന്ന് മാറി. പക്ഷെ വിക്കിപീഡിയയുടെ www. കഴിഞ്ഞിട്ടുള്ളൊരു W അത് റിമൂവ് ചെയ്തു. കാരണം ഇതിനകത്ത് ഉള്ള പ്രസന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഏത് ഇതിലുണ്ടെങ്കിൽ അത് ഓർഡർ അനുസരിച്ച് അത് റിമൂവ് ചെയ്യും. അതുകൊണ്ടാണ് വിക്കിപീഡിയ എന്നുള്ളത് W മാറി പോയത്. ഇനി ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായി നമുക്ക് ഇപ്പൊ Lstrip ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വരും. ആ സമയത്ത് നമുക്കിവിടെ റീപ്ലേസ് ഉപയോഗിച്ച് ഇതിന്റെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാം. ഇവിടെ നമുക്ക് റീപ്ലേസ് പറയുക. എന്നിട്ട് ഇവിടെ നമുക്ക് എന്താണോ റീപ്ലേസിന് ഇപ്പൊ www. നമുക്ക് പകരം എന്താ വേണ്ട, ഒന്നും വേണ്ട, 2 empty quotes അവിടെ കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. സോ ഇത് തമ്മിൽ അപ്പം Lstripഉം അതുപോലെ തന്നെ നമുക്ക് അതിനകത്തുള്ള ഡ്രോബാക്ക് എന്താണെന്ന് മനസ്സിലായി. അവിടെ നമുക്ക് റീപ്ലേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ന്യൂ ക്യാരക്ടർ വെക്കണമെങ്കിൽ അവിടെ വെക്കാം. അപ്പൊ നമുക്കിവിടെ റീപ്ലേസ് യൂസ് ചെയ്താൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.